ചത്തപ്പച്ച ഈ പറഞ്ഞതുപോലൊരു ആക്ഷനാണ് പടത്തിൽ. അതിൽ ഇപ്പം ഹ്യൂമർ നമുക്ക് അധികം ഒരു സിറ്റുവേഷണൽ സാധനം വർക്കാവുന്നല്ലാതെ അതിലൊരു അല്ലാണ്ടൊരു ഹ്യൂമർ കയറ്റുന്ന പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ ഇതുവരെ എഴുതിയെന്ന വളരെ വ്യത്യസ്തമായിട്ട് സാധനമാണ് സനൂപ് എഴുതിയത്. അതെ, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചത്തപ്പച്ചൻ WWE ആണല്ലോ, ഇതൊരു ആക്ച്വലി ആ പരിപാടി കൊച്ചിയിൽ കൊണ്ടുവരാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മളൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറെ കഥയും പറയാൻ പറ്റൂല, കുറെ ഇടിയും കളിക്കാൻ പറ്റില്ല. ഇതൊരു പരിപാടിയായിട്ട് പോയിക്കൊണ്ടിരിക്കണം. പിന്നെ ആക്ഷൻ ണ്ടാവുന്ന ഹ്യൂമറുകൾ, മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ അതൊക്കെ അവർ കലക്കനായിട്ട് അഭിനയിച്ചും അങ്ങനെ കയ്യിൽ നിന്നൊക്കെ ആയിട്ടൊക്കെ അവർ നല്ല പോലെ ചെയ്തിട്ടുണ്ട്. ഓരോ മൈന്യൂട്ട് എക്സ്പ്രഷൻ, വിശാഖിൻ്റെ ഒക്കെ സീനാണെങ്കിലും അച്ചു ആണെങ്കിലും ഒക്കെ അങ്ങനത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ബേസിക്കലി ഒരു പരിപാടി ഉണ്ടാക്കി പേപ്പറിലാക്കിയിട്ട് തന്നെയാണ് പ്രോപ്പർലി ഷൂട്ട് ചെയ്യണം. പ്രോപ്പർ സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് ഷൂട്ട് ചെയ്യാറില്ല. ഇല്ല, അല്ലാണ്ട് അപ്പോൾ സെറ്റിലുള്ള ഇംപ്രവൈസേഷൻ ഒക്കെ അതൊക്കെ അത് നമ്മളൊരു പ്ലാറ്റ്ഫോം റെഡി ആക്കിയിട്ട് നമ്മളിങ്ങനെ ചെയ്ത് ഇതാണ് നമ്മുടെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് വേണമെങ്കിലും ചെയ്യും. പിന്നെ അവരുടെ കോൺട്രിബ്യൂഷൻ ഒക്കെ വരും. ഈ ചില സെറ്റുകളിൽ ഞാൻ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചേക്കണമെന്ന് വെച്ചാൽ ഈ ആർട്ടിസ്റ്റുകളോട് അവിടെ ഒരു സാധനം കയ്യിൽ നിന്നിട്ടോ ഇവിടെ ഒരു സാധനം കിട്ടും എന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല. അപ്പം നമ്മൾ ബേസിക്കലി ഒരു സാധനം ഇതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞ് കൊടുത്താൽ മാത്രമാണ് അവർക്ക് അതിൻ്റെ മേളിൽ തരാൻ പറ്റുമെന്ന് എനിക്ക് അനുഭവത്തിൽ നിന്ന്. ഇപ്പോൾ സലികുമാർ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ സലിമേട്ടൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തപ്പോൾ നമ്മൾ പ്രോപ്പർ സാധനം കൊടുക്കുന്നതുകൊണ്ടാണ് ബാസിയും സലിമേട്ടനും ബാലു ആണെങ്കിലും അവർക്ക് ഇതാണ് പരിപാടി എന്ന് കറക്റ്റായിട്ട് നമ്മൾ പേപ്പറിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ തരും. എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്തിട്ട് തന്നെ ചെയ്യണമായിരിക്കും നല്ലത്. അതേപോലെ ചെയ്യണ ആൾക്കാർ വേണം.